അഭിമന്യു പടക്കം പൊട്ടുന്നത് പോലെ ശ്രീജിത്തിന്റെ കവിളിൽ ഒരെണ്ണം കൊടുത്തു. ഒരു വശത്തേക്ക് വെച്ചുപോയ അവനെ നേരെ നിർത്തി വീണ്ടും ഒരെണ്ണം കൂടി അഭി നൽകി. അവന്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് തീ ആണെന്ന് ശ്രീജിത്തിന് തോന്നി. അവൻ നിന്ന് വിയർത്തു. അഭി ശ്രീജിത്തിനെ ശക്തിയോടെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. കൃഷ്ണയുടെ കാലിനടുത്തേക്ക് അവൻ ചെന്ന് പതിച്ചു. കിട്ടിയ പ്രഹരത്തിന്റെ വേദനയിൽ അവൻ എഴുന്നേൽക്കാനാകാതെ കിടന്നു. അഭി കൃഷ്ണയെ നോക്കി. തന്റെ വായിൽ നിന്ന് വീണ വാക്കുകളുടെ ഞെട്ടൽ അവളുടെ മുഖത്തു കാണാമായിരുന്നു. അവൻ നോക്കി നിൽക്കെ ശ്രീജിത്ത് പതിയെ എഴുന്നേറ്റു. മുണ്ടിന്റെ മടിക്കുത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തിയെടുത്തു. ചുമന്ന് കലങ്ങിയിരുന്ന കണ്ണുകൾ അടിയുടെ ആഘാതത്താൽ വീണ്ടും രക്തവർണം ആയി. അഭിമന്യുവിനെ നോക്കി വെച്ചു അവൻ മുന്നോട്ട് നടന്നു. അവന്റെ അടുത്തെത്തി കത്തി വീശാൻ നോക്കിയതും അഭി അവനെ തന്റെ ഇടം കൈയാൽ ബന്ധിച്ചു കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. കുതറാൻ നോക്കിയ ശ്രീജിത്ത് കത്തിക്കൊണ്ട് അഭിയുടെ കയ്യിൽ മുറിപ്പാടുണ്ടാക്കി. കൃഷ്ണ ഭയന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ചോര പൊഴയുന്ന കൈയോടെ അവർ തമ്മിലൊരു മൽപ്പിടുത്തം നടന്നു. ഏറെ നേരം അഭിയോട് പിടിച്ചു നിൽക്കാൻ കഴിയെന്ന് മനസ്സിലാക്കിയ ശ്രീജിത്ത് കൈകൾ അവച്ചു വീണ്ടും അവന്റെ കയ്യിൽ കത്തിക്കൊണ്ട് വരഞ്ഞു. അഭി കൈ പിൻവലിച്ച നേരം ഞൊടിയിടയിൽ ശ്രീജിത്ത് പുറത്തേക്ക് ഓടിമറഞ്ഞു. അവന്റെ പിന്നാലെ പോകാൻ തുനിഞ്ഞെങ്കിലും ഈ അവസ്ഥയിൽ, അതും ഇരുട്ട് വീണ നേരത്ത്, കൃഷ്ണയെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ അഭിമന്യുവിന്റെ മനസ്സനുവദിച്ചില്ല. അവൻ കിതപ്പോടെ കൃഷ്ണയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ ഈ നേരത്ത് ഇങ്ങോട്ട് വന്നത്? അവൻ ചോദിച്ചു. തന്റെ കയ്യിലെ മുറിവ് പരിശോധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ വെറുതെ. അവൾ വാക്കുകൾക്കായി പരതിക്കൊണ്ട് കൃഷ്ണമണികൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചു. അവളുടെ നിൽപ്പും ഭാവവും അഭിയിൽ സംശയം ഉളവാക്കി. അവൻ മുറിയാകെ തന്റെ കണ്ണുകൾ പായിച്ചു. തറയിലായി കിടന്നിരുന്ന ബുക്കുകളിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. അവളെയൊന്ന് നോക്കിയതിനു ശേഷം അവൻ ആ ബുക്ക് കയ്യിലെടുത്തു. പൊടുന്നനെയാണ് ആരോ കതക് പുറത്തു നിന്നും അടച്ചത്. ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അഭി പെട്ടെന്ന് കതകിനടുത്തേക്ക് ചെന്ന് തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്ന നിലയിലായിരുന്നു. ഡോർ ലോക്കാണല്ലോ. അഭി അവളെ നോക്കി പറഞ്ഞു. ആരാ ഇപ്പോൾ പുറത്തു നിന്നും കതക് അടക്കാൻ? ശ്രീജിത്ത് ആകുമോ? കൃഷ്ണ അന്താളിപ്പോടെ നിന്നു. അഭി വീണ്ടും കതക് തുറക്കാൻ ശ്രമിക്കുകയും പുറത്തിറങ്ങാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടെന്ന് വീട്ടിലാകെ നോക്കുകയും ചെയ്തു. അവന്റെ ഉള്ളിലും പരിഭ്രമം ഉണ്ടായെങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ നിന്നു. അഭി പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു. ആരെയോ വിളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. നേശം റേഞ്ച് കിട്ടുന്നില്ലല്ലോ, അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നിന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടോ? അവൻ ചോദിച്ചു. എനിക്ക് ഫോണില്ല, അവൾ നിസ്സഹനതയോടെ പറഞ്ഞു. തുടരെ ശ്രമിച്ചിട്ടും കാൾ പോകാതെയായപ്പോൾ അവൻ ഫോൺ തിരികെ പോക്കറ്റിൽ തന്നെ വെച്ചു. വീണ്ടും കതകിനടുത്തെത്തി ഒന്നുകൂടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായിപ്പോയി. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി കതകൾ ഇടിച്ചു. എന്തു ചെയ്യും എന്നറിയാതെ കൃഷ്ണയെ നോക്കി. അവൾ പേടി നിറഞ്ഞ മുഖത്തോടെ നഖം കടിച്ചുകൊണ്ട് ആ മൂലക്ക് നിൽക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഒരു ടോർച്ചിന്റെ വെളിച്ചം ജനാലയിലൂടെ അഭി കണ്ടു. അതിന് പിന്നാലെ കുറെ പേർ ടോർച്ചടിച്ചു വരികയാണ്. ഒരു ജാഥ പോലെ ചെറിയൊരാൾക്കൂട്ടം. അവ ഈ വീടിന്റെ നേർക്കാണ് മാത്രം അധികാരം വേണ്ടി നിന്നില്ല. അരുതാത്തത് സംഭവിക്കാൻ പോകുന്നെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. ആൾക്കൂട്ടം വീടിന് മുന്നിലായി വന്നു നിന്നു. കതക തുറന്ന് ഇളക്കിവിട്ട് രണ്ടിനെയും ആരൊക്കെയെ പറയുന്നത് അവർക്കകത്ത് നിന്നും കേൾക്കാമായിരുന്നു. കൃഷ്ണവേവലാതിയോടെ അഭിയെ നോക്കി. എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കാതെ അവൾ നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പുറത്തേക്ക് പറയാതെ ഇറങ്ങരുത്, മനസ്സിലായോ? അഭിമന്യു കൃഷ്ണയോട് പറഞ്ഞു. അവൾ ചെറുതായൊന്നു മൂളി. പേടികൊണ്ടാകും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അഭിമന്യു അവന്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് കയ്യാൽ തുടച്ചു മാറ്റി. പുറത്തുകൂടി പൂട്ടിയിരിക്കുന്ന കതക് തുറക്കപ്പെട്ടു. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, മുറ്റത്തു നിന്ന് ആരൊക്കെയോ ആക്രോശിച്ചു. കൃഷ്ണയുടെ കണ്ണുകൾ തുടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അഭി പുറത്തിറങ്ങി. പുറത്തു കൂടി നിരുന്ന ആൾക്കാർ അന്യോന്യം നോക്കി. ഇത് SI സാറല്ലേ? ആരൊക്കെയോ അടക്കം പറയുന്നത് കേൾക്കാമായിരുന്നു. എന്താ എല്ലാവരും കൂടെ? അഭിമന്യു മീശ പിരിച്ചു ഗൗരവത്തിൽ ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ? എന്താണെന്ന് ഇവിടെ? അവൻ ശബ്ദമുയർത്തി. സാർ, ഞാൻ രത്നാകരം, ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. കൂട്ടത്തിലൊരാൾ മുന്നിലേക്ക് വന്നു പറഞ്ഞു. എൻ്റെ വാർഡിലെ ഒരു വീടാണിത്. ഇവിടുത്തെ മരിച്ചുപോയ അശോകന്റെ മോൾ കൃഷ്ണവേണിയും ഒരു ചെറുപ്പക്കാരനുമായി മിക്കപ്പോഴും രാത്രി ഇവിടെ വരാറുണ്ടെന്നും അഭേദ ബന്ധം തുടരുന്നെന്നും ഒരു വാർത്ത കേട്ടു. അത് അന്വേഷിക്കാൻ വന്നതാ ഞങ്ങൾ. അയാൾ പറഞ്ഞു. അവിഹിത ബന്ധമോ? എന്താടോ പറഞ്ഞത്? നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും പോലെ പിൻവലിച്ചു. സാറേ, ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് കയ്യോടെ പിടിച്ചെന്നറിഞ്ഞപ്പോൾ വന്നതാ. ആൾ ആരാണറിയാൻ. ആരാ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്? അവൻ അന്വേഷിച്ചു. കൃഷ്ണവേണിയുടെ മുറച്ചൊറക്കൻ തന്നെയാ പറഞ്ഞത്, ശ്രീജിത്ത്. അഭിമന്യു ദേഷ്യം കൊണ്ട് പല്ലുകൾ ഞെരിച്ചു. എന്നിട്ട് അവനെവിടെ? അഭി ദേഷ്യത്തോടെ ചോദിച്ചു. അറിയില്ല സാറേ. ആ കൊച്ചിന് ആരോടോ ബന്ധം ഉണ്ടെന്ന് ഇവൻ പലരോടും പറയാറുണ്ടായിരുന്നു.
ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ്റെ ചില കൂട്ടുകാർ വന്ന് അറിയിച്ചപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണമെന്ന് തോന്നി വന്നതാ. സാർ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അയാൾ പറഞ്ഞു. അഭി ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. എല്ലാവരെയും ഒന്ന് തറപ്പിച്ചു നോക്കി. അവൻ വാതിൽപ്പടിയിലേക്ക് കയറി. കൃഷ്ണേ, ഒന്നിങ്ങോട്ട് വന്നേ, അഭി അകത്തേക്ക് നോക്കി വിളിച്ചു. അവൾ പുറത്തേക്ക് വന്നു. കൂടി നിന്നവർ എല്ലാം അവളെ തുറിച്ചു നോക്കി. ഇങ്ങു വാ, അവൻ അവളടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ എല്ലാവരും കൃഷ്ണവേണിയുടെ അവിഹിത ബന്ധം ആരോടെന്ന് കണ്ടെത്താൻ വന്നതല്ലേ? അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എങ്കിൽ കണ്ടോളൂ, ഞാനാ ആൾ, അഭിമന്യു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് കൃഷ്ണവേണി. ആളുകളെല്ലാം പരസ്പരം നോക്കി എന്തൊക്കെയോ പിറുപിറുത്തു. തന്നെ അമ്പരപ്പോടെ നോക്കിയ കൃഷ്ണയുടെ കയ്യിൽ അവൻ അമർത്തിപ്പിടിച്ചു. കണ്ണുകൾ കൊണ്ടൊരു താക്കീത് നൽകി. ഇത് ഇവളുടെ വീടാ. ഇവിടെ ഇവളോടൊപ്പം ഞാൻ വരുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. ഞങ്ങൾക്ക് എന്താ സാറേ എതിർപ്പ്? നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചതാണെന്നൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ശ്രീജിത്ത് പറഞ്ഞത് തന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ കരുതി. അയാൾ നിന്ന് പെരുങ്ങി. നിങ്ങളെന്താ കരുതിയത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആളുകളെയും കൂട്ടി വന്നു ഇവളെ മോശക്കാരിയാക്കണമെന്നോ? എടോ, ഈ ശ്രീജിത്തിന്റെ സ്വഭാവം നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്നിട്ട് അവൻ പറഞ്ഞത് കേട്ടു. ഈ രാത്രി ആളുകളെ കൂട്ടി വന്നതും പോരാ, അഭിദേശത്തോടെ പറഞ്ഞു. സാറേ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. നമ്മുടെ നാട്ടിൽ ഒരു കാര്യമുണ്ടായാൽ അന്വേഷിക്കേണ്ടുന്ന ചുമതല ഉണ്ടല്ലോ. എന്നിട്ട് ഈ ചുമതലയൊന്നും നേരത്തെ ആരും കാണിച്ചിട്ടില്ലല്ലോ. ഇവളുടെ അമ്മയും അച്ഛനും മരിച്ചു. ഇവൾ ഒറ്റക്കായപ്പോയും ആരും ഇല്ലാതെ ഏതോ അകന്ന ബന്ധുവീട്ടിൽ പോകേണ്ടി വന്നപ്പോയും നിങ്ങളാരെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നോ? അത് പോട്ടെ, ഇവൾ ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ വരാറുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയോ തിരക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ ശ്രീജിത്ത് ഇവളെ നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അതാരെങ്കിലും അന്വേഷിച്ചു? ഇല്ല. എന്നിട്ട് നാടിനും വീടിനും ഗുണമില്ലാത്തവൻ എന്തോ കള്ളം പറഞ്ഞപ്പോയേക്കും അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കുറേ സദാചാരക്കാർ. അഭിമന്യു പുച്ഛത്തോടെ അവരെ നോക്കി. അല്ലെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പറയാനും പ്രചരിപ്പിക്കാനും ആണല്ലോ നമുക്കൊക്കെ താല്പര്യം അല്ലേ? എല്ലാത്തിനെയും അകത്താക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയാ വേണ്ടത്, അവൻ പറഞ്ഞു. ഞങ്ങളകത്തു പൂട്ടിയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീജിത്ത് ആണെന്ന് എനിക്കറിയാം. ഞാൻ എടുത്തോളാം അവനെ. വേറെ ആരൊക്കെ ഈ വാർത്ത പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, അവർ ഒരുമിച്ച് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യും. ശ്രീജിത്ത് ആരുടെയൊക്കെ മുന്നിൽ ഇവളെ തെറ്റുകാരിയായി ചിത്രീകരിച്ചിട്ടുണ്ടോ അവരോടെല്ലാം നിങ്ങൾ ഈ സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അഭി അല്പം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. അതെങ്ങനെയാ സാറേ പറ്റുക? രത്നാകരൻ വിനീതമായി ചോദിച്ചു. നിങ്ങൾ വാർഡ് മെമ്പർ അല്ലേ? നിങ്ങൾക്ക് സത്യബോധമായില്ലേ? പോരാത്തതിന് ഇത്രയും നാട്ടുകാർ സാക്ഷികളുമാണ്. മറ്റുള്ളവരോട് കാര്യങ്ങളുടെ യഥാസ്ഥിതി പറയേണ്ടി വന്ന ഉത്തരവാദിത്തം ഇനി നിങ്ങൾക്കാണ്. ഇനി ഇവിടെ ഒറ്റൊരാൾ പോലും കൃഷ്ണവേണിയെക്കുറിച്ച് അപവാദം പറയരുത്. അവസാനത്തേത് ഒരു താക്കീതായിരുന്നു. ആളുകളെല്ലാം പതിയെ അവിടെ നിന്നും പിരിഞ്ഞുപോയി. വർദ്ധിച്ചു വന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചു അവൻ കൃഷ്ണയെ നോക്കി. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ ശീല പോലെ അവൾ നിൽക്കുകയായിരുന്നു. കൃഷ്ണെ, അവൻ മെല്ലെ വിളിച്ചു. അവൾ നിർവികരമായി നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ മുഖഭാവം വ്യത്യാസപ്പെട്ടു. അച്ഛൻ, അവളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അഭി നേരെ നോക്കി. അല്പം അകലെയായി കാറിനടുത്ത് നിൽക്കുന്ന രവീന്ദ്രനെ കണ്ടു. കൂടെ സതീശനും. കൃഷ്ണയുടെ കൈത്തണ്ടയിൽ അഭി പിടിമുറുക്കി. അവൻ്റെ കൈയിലെ മുറിവിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു.